എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് വേറെ വഴിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. പുസ്തകം എഴുതാനും പ്രഭാഷണങ്ങൾ നടത്താനും ലോകമെമ്പാടു നിന്നും ക്ഷണമുണ്ട്. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത്. ഇത് തിരുവനന്തപുരത്തുകാർക്കുള്ള തരൂരിന്റെ സമ്മാനമാണ് കേട്ടോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്തസ്സായി രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ച തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാർക്കുമുള്ള തരൂരിന്റെ സമ്മാനം. തിരുവനന്തപുരത്തെ പെരുവഴിയിലാക്കി മൂപ്പർ ഇറങ്ങി പോവുകയാണ്. മൂപ്പർക്ക് വേറെ വഴി ഉണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന നല്ല സ്ഥാനാർത്ഥിയെ, കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിനുള്ള ഫലം തന്നെയാണിത് എന്ന് തരൂർ വിരുദ്ധരുടെ വിലയിരുത്തലുകൾ. എന്തായാലും ഇനി അനുരഞ്ജനവുമായി രാഹുൽ ഗാന്ധി ആ വഴിക്ക് ചെല്ലണ്ട എന്ന് തന്നെയാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. തീരദേശത്തിന്റെ വോട്ടുകൾ എല്ലാ സമയത്തും തരൂരിന് ലഭിച്ച തരൂർ തന്നെയാണ് എപ്പോഴും തിരുവനന്തപുരത്ത് വിജയിയാകാറുള്ളത്. ഇത്തവണയും അത് മാറിയില്ല. പക്ഷേ ഇത്തവണ വികസനത്തിന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തനിക്ക് വികസനത്തിന്റെ പാതയിലേക്ക് തിരുവനന്തപുരത്തെ നയിക്കാമെന്ന് ഈ തിരുവനന്തപുരത്തുള്ള ഓരോ വോട്ടർമാരും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നല്ല രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന BJP കാൻഡിഡേറ്റ് NDA സ്ഥാനാർത്ഥി ചെയ്തിരുന്നു. പക്ഷേ അതിനെയെല്ലാം പുല്ലുവില നൽകി തരൂരിനെ ജയിപ്പിച്ച തിരുവനന്തപുരത്തുകാർ ആരെങ്കിലും എത്ര പ്രാവശ്യം അദ്ദേഹത്തെ വീണ്ടും കണ്ടിട്ടുണ്ട് എന്ന് ഒന്ന് പറയാൻ സാധിക്കുമോ? ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് ഞാനല്ല, തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരനെ തോൽപ്പിച്ച, അതായത് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചതിൽ ഇപ്പോഴും വിഷമമുള്ള തരൂർ വിരുദ്ധരുടെ ചോദ്യമാണ്. കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ശശി തരൂർ MP. കോൺഗ്രസിന് വേണ്ട എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന ധാർഷ്ട്യത്തോടെയുള്ള മുന്നറിയിപ്പോടെയാണ് തരൂർ ഇത്തവണ രംഗത്ത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ശശി തരൂർ ഈ മുന്നറിയിപ്പ് നൽകിയത്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്, കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടും. തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും, ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് വേറെ വഴിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. എന്റെ പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെ ആ വഴിക്ക് ഒരു പ്രസംഗം നടത്താൻ ലോകമെമ്പാടുമുള്ള ക്ഷണങ്ങൾ എനിക്കുണ്ട് എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തിയില്ല എന്നാണ് ശശി തരൂരിന്റെ പുതിയ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ശശി തരൂരിന്റെ പുതിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തിരുവനന്തപുരത്ത് തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തരൂർ അഭിമുഖത്തിൽ അവകാശപ്പെടുന്നുണ്ട്. തന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ തിരുവനന്തപുരംകാർക്ക് ഇഷ്ടമാണ്. അത് ശരി തന്നെയാണ്. അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷനും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ആ രീതിയിലുള്ള ഇടപെടൽ 2026 പാർട്ടിക്ക് ആവശ്യം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനൊരു പെരുവഴിയിൽ സംസ്ഥാനത്തെ വോട്ടർമാരെ ആക്കിയിട്ട്, തിരുവനന്തപുരത്തെ വോട്ടർമാരെ ആക്കിയിട്ട് പോവുക എന്ന് പറയുന്നത് ഒരു നേതൃസ്ഥാനം തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന തരൂറിനെ പോലെയുള്ള ഒരാൾക്ക് ചേർന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. താൻ നേതൃപദവിക്ക് അനുയോജ്യനാണെന്ന് പല ഏജൻസികൾ നടത്തിയ സർവേകളും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന് തരൂർ പറയുന്നു. അതുകൊണ്ട് എന്റെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തണം, അങ്ങനെയെങ്കിൽ പാർട്ടിക്കൊപ്പം ഞാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു കാര്യവും അദ്ദേഹം ജയിച്ചു വന്ന ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്ന ഒരു ആരോപണവും അദ്ദേഹത്തിന് എല്ലാ കാലത്തും, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹത്തിന്റെ പേരിൽ വരാറുണ്ട്. പക്ഷെ അതൊന്നും ഇവിടുത്തെ തിരുവനന്തപുരത്തെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ നോക്കാറില്ല എന്നതുകൊണ്ട് തന്നെയാണ് തരൂർ ഈ സമയത്തിലെല്ലാം വിജയിച്ച് മുന്നോട്ട് പോയത്. മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും സോണിയാജിയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് എന്ന് തരൂർ പറയുന്നു. വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് തന്നിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റുള്ളവരും തന്റെ അതേ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്ന് നിരവധി പ്രവർത്തകർ കരുതുന്നുണ്ടെന്നും തരൂറിന്റെ വാക്കുകൾ. LDF സർക്കാരിന്റെ വ്യവസായ രംഗത്തെ പുകഴ്ത്തി ലേഖനം എഴുതി എന്ന വിവാദം കെട്ടടങ്ങും മുൻപാണ് പുതിയ പരാമർശങ്ങളുമായി തരൂർ വീണ്ടും വാർത്തകൾ നിറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നറിയാൻ സാധിക്കുന്നില്ല. തരൂറിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് എന്ന AICC വൃത്തങ്ങളുടെ പ്രതികരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. തരൂറിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് BJP ആദ്യമായി വിജയം പ്രതീക്ഷിച്ചു തുടങ്ങിയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJP രണ്ടാമത് എത്തിയതും തിരുവനന്തപുരത്താണ്. മറ്റൊരു മണ്ഡലത്തിലും 2024 മുൻപ് വരെ BJPക്ക് രണ്ടാമത് എത്താൻ സാധിച്ചിരുന്നില്ല. 2014 തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തുന്ന പ്രകടനമാണ് BJP കാഴ്ചവെച്ചത്. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം. 2024 തിരുവനന്തപുരത്ത് BJP തോറ്റ് തൃശൂരിൽ ജയിക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറി. പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും BJPക്ക് ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമിതിയാണ് ജയം ഒരുക്കിയത് എന്നും അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ഇനിയൊരു സാധ്യത വരികയാണ് എങ്കിൽ
തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ എന്ന നിലപാട് BJP സ്വീകരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.